പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എന്ന പുസ്തകത്തിൽ എഡ്വി ജാക്കിൻ ഇങ്ങനെ പറയുന്നുണ്ട്. എത്ര രൂപ കൊടുത്താലും വാങ്ങാൻ സാധിക്കാത്ത നിരവധി കാര്യങ്ങൾ ലോകത്തിലുണ്ട്. അതിൽ ചിലത് അളക്കാനാവുന്നതിനേക്കാൾ വിലമതിക്കുന്നതാണ്. അതിൽ ആദ്യത്തേത് കുടുംബമാണ്, രണ്ടാമത്തേത് കുടുംബമാണ്, അവസാനത്തേത് കുടുംബമാണ്. സ്വജീവിതത്തിൻ്റെ സാക്ഷ്യത്താലും വചനത്തിൻ്റെ പൂർത്തീകരണത്താലും പ്രവാചക ദൗത്യം പൂർത്തിയാക്കിയ മിശിഹായിൽ സ്ഥാപിതമായ സഭയുടെ അടിസ്ഥാന ഘടകങ്ങളായ കുടുംബത്തെക്കുറിച്ചുള്ള ഈ മഹത്തായ ആശയം നമ്മെ വല്ലാതെ പ്രചോദിപ്പിക്കും. എന്നാൽ നല്ല കുടുംബം, സന്തുഷ്ട കുടുംബം എന്നത് ബാങ്ക് ബാലൻസുകളുടെയും സ്വന്തമായുള്ള എസ്റ്റേറ്റിൻ്റെയും ആഡംബര വാഹനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രം നിർവചിക്കപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിൽ നല്ല ക്രൈസ്തവ കുടുംബം ആകാശമോക്ഷത്തിന് സമമാണെന്ന് ഒരു ആധ്യാത്മിക തത്വചിന്തകന്റെ ദാർശനികതയോടുകൂടി അവതരിപ്പിച്ച വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ജീവിതത്തിൽ അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് വേണം കുടുംബങ്ങളുടെ ആധ്യാത്മികവും സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ. ദൈവപേടിയും ഭക്തിയുമാണ് ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ് സങ്കീർണതകളിൽപ്പെട്ട് ആധുനിക കുടുംബങ്ങൾ അന്താളിച്ചു നിൽക്കുന്നതിന്റെ കാരണമെന്ന് നാം മനസ്സിലാക്കണം. അതിന് 19-ാം നൂറ്റാണ്ടിന്റെ മധ്യപർവത്തിൽ നിന്ന് നടന്നു തുടങ്ങി 20-ാം നൂറ്റാണ്ടിനും 21-ാം നൂറ്റാണ്ടിനും അപ്പുറം വരും കാലങ്ങളിലേക്കുള്ള ദൂരം കൂടി തൻ്റെ ആധ്യാത്മിക ദർശനങ്ങൾ കൊണ്ട് നടന്നു നീങ്ങിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ദർശനങ്ങളെ കുടുംബത്തിൽ സ്വന്തം ഹൃദയത്തിൽ ജ്വലിപ്പിച്ചാൽ മാത്രം മതിയാകും. ദ്രവ്യമുള്ള അവസ്ഥയും ഭാവവും കാണിക്കേണ്ട, പ്രത്യേക ആവശ്യങ്ങൾക്കല്ലാതെ പണം കടം വാങ്ങുകയോ ചെലവാക്കുകയോ ചെയ്യരുത്, അവനവൻ്റെ നിലയ്ക്കനുസരിച്ച് അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണം തുടങ്ങി ചാവറ പിതാവിൻ്റെ സാമ്പത്തിക ദർശനങ്ങളെ ഹൃദ്യമായ വികാര വായ്പോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. സൂത്രം കൊണ്ടും കപട തന്ത്രങ്ങൾ കൊണ്ടും ഉണ്ടാക്കുന്ന സമ്പത്ത് മഞ്ഞുപോലെ അലിഞ്ഞു പോകുമെന്നും സമ്പത്തുള്ള ബന്ധുജനങ്ങളെ കൊണ്ടല്ല, മറിച്ച് ദൈവപേടിയും ഭക്തിയുമുള്ളവരാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നതെന്ന് ചാവറ പിതാവ് ഉദ്ബോധിപ്പിക്കുമ്പോൾ ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ സാമ്പത്തിക ദർശനം എന്താണ് എന്ന് നമുക്ക് മറ്റൊരു ചിന്തയുടെ ആവശ്യം വരുന്നില്ല. കുടുംബത്തിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെ, വീട് വയ്ക്കുന്നതിൽ തുടങ്ങി അന്ത്യവിശ്രമം കൊള്ളുന്ന 6 അടി മണ്ണി വരെ, എന്തിനേറെ പറയുന്നു പള്ളിപ്പെരുന്നാൾ മുതൽ സകലവിധ ആഘോഷങ്ങളും ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും വേദിയാക്കുന്ന ആധുനിക ക്രൈസ്തവ കുടുംബങ്ങളെ നോക്കി ചാവറ പിതാവ് വ്യക്തമായ ഭാഷയിൽ താക്കീത് നൽകുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ ഊർജം കച്ചിത്തുരുമ്പ് പോലെ കത്തി അമരുകയാണോ? പകൽ വിളക്ക് കത്തിച്ചു വെച്ച് രാത്രികാലങ്ങളിൽ, അന്ധകാരം നിറഞ്ഞ രാത്രികാലങ്ങളിൽ കരിന്തിരി കത്തുന്നവരായി നമ്മൾ മാറിപ്പോകരുത്. കുടുംബത്തിൻ്റെ ആധ്യാത്മിക പരിസരത്തു മാത്രമല്ല, സാമ്പത്തിക അവസ്ഥകളിലും സുവിശേഷത്തിൻ്റെ സൗരഭ്യം പരക്കണമെന്ന് വ്യക്തമായി ശഠിച്ചിരുന്ന ചാവറ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നസ്രത്തിലെ ആ ചെറുപ്പക്കാരനെ ഓർമ്മ വരുന്നതിൽ ഒട്ടും അതിശയോക്തി തോന്നാനിടയില്ല. സീസറിനുള്ളത് സീസറിന് നൽകണമെന്ന് പഠിപ്പിച്ച, തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകൂ, ശേഷം എന്നെ അനുഗമിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ച, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കൂ എന്ന് പഠിപ്പിച്ച, എന്നെ അനുസരിച്ചാൽ ഈ ലോകം മുഴുവൻ നിന്റെ കാൽച്ചുവട്ടിലാക്കാമെന്ന് പറഞ്ഞ, മുഴുവൻ സാമ്പത്തിക പ്രലോഭനങ്ങളെയും അതിജീവിച്ച മനുഷ്യപുത്രന്റെ, നസ്രത്തിലെ ആ ചെറുപ്പക്കാരൻ്റെ, കാരണം ജനിച്ച നാൾ മുതൽ ഇന്നോളം താൻ തിരുക്കുടുംബത്തിലാണ് ജീവിച്ചതെന്ന് ആർജവത്തോടെ തൻ്റെ ഇടത്തോടെ മരണക്കിടക്കയിൽ വിളിച്ചു പറഞ്ഞ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഈ ദർശനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടാവുക തിരുക്കുടുംബത്തിൽ നിന്നായിരിക്കും. ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ കുടുംബ ദർശനങ്ങളെ, ആധ്യാത്മിക ദർശനങ്ങളെ, സാമ്പത്തിക മൂല്യങ്ങളെ ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് നല്ല കുടുംബം ഉയർത്താം. അതുവഴി നാടിനും സമൂഹത്തിനും നന്മയുള്ള ഒരു തലമുറയായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു.